അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു രണ്ടുപേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ബ്രഹ്മസ്വരൂപരായ എല്ലാ വാസകർക്കും ദേവീ സാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലളിതാ സഹസ്രനാമ യജ്ഞത്തിലേക്ക്. അപ്പോൾ വളരെ ഗംഭീരമായി വിജയകരമായി നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഇവിടെ മെസ്സേജ് വന്നിരുന്നു. അതില് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന കുറെ പേരുടെ ചില കാര്യങ്ങളൊക്കെ നടന്നു, അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞ്, ശ്രീകാന്തിന്റെ കുട്ടിയുടെ പ്രശ്നം ഉണ്ടായിരുന്ന മാറി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നായിരുന്നു. അങ്ങനെ പല ആളുകൾക്കും നല്ല രീതിയിലുള്ള പ്രയോജനം എല്ലാ രീതിയിലും ലഭിക്കുന്നു, അറിവായിട്ടും അല്ലാതെയും ഒക്കെ ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നു. വളരെ സന്തോഷം. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ അത് ലഭിക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടെ നടത്തണം. അത് വേണ്ട വിധം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. നമ്മൾ കൂടുതൽ ആളുകൾ ഇതിനകത്തേക്ക് നമ്മളെ പങ്കെടുപ്പിക്കണം. അപ്പോഴേ നമുക്കും അവർക്കും ഒക്കെ അതിന്റെ പ്രയോജനം പൂർണ്ണമായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പൊ ആ ദൈവയുടെ അനുഗ്രഹം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ നമുക്കും അതിന്റെ ഒരു ഗുണം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് ദൈവയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി. എനിവേ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നാമം പത്മരാഗശിലാദൃശ പരിഭാവിക പോലെ ഭൂ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു നാമമാണ്. മനസ്സിലാക്കാൻ അറിയുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു രൂപവർണ്ണന എന്നുള്ളത് മാത്രം. വളരെ ആഴത്തിലുള്ള തത്വങ്ങളാണ് പഞ്ചകോശ വ്യാഖ്യാനത്തിലൂടെ, കുണ്ടലിനി വ്യാഖ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ദേവി പറഞ്ഞു തരുന്നത് ഇത് സാധാരണ നാമമല്ല, അത് ഒരുപാട് ആഴമുണ്ടെന്നുള്ളതാണ്. അതായത് പത്മരാഗ ശിലാദർശ എന്ന് പറയുമ്പോൾ അന്നമയ കോശത്തിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. പത്മരാഗശില എന്ന് പറഞ്ഞാൽ ഈ പത്മരാഗം ഒരു രത്നമാണ്. ചുവന്ന പത്മരാഗത്തിന്റെ രൂപം, അതിന്റെ നിറം, അതിന്റെ ഭംഗി, അതിന്റെ പ്രഭ, ആ പത്മരാഗശിലയുടെ ക്ലാരിറ്റി, അത് വളരെ ക്ലാരിറ്റി ഉള്ള രത്നമാണ്. അപ്പൊ അതിന് നല്ല റിഫ്ലക്ഷൻ അടിക്കും, അല്ലെ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം അതിൽ കാണും, ചുവന്ന കളറാണെങ്കിലും. അത് പത്മരാഗശിലയുടെ ദേവി ചുവന്ന കളറാണല്ലോ, ദേവി രജോഗുണമാണല്ലോ. അപ്പൊ ആ ദേവിയുടെ കവിൽത്തറത്തെ കുറിച്ചാണ് ഋഷി പറയുന്നത്, വശിന്യാദി വാഗ്ദേവതകൾ. അത് അത്ര മനോഹരമാണ്. പത്മരാഗശില പോലെ, അതിന്റെ സൗന്ദര്യം പോലെയാണ് ദേവിയുടെ കവിൽത്തറം. ഞാൻ ആദ്യമേ പറഞ്ഞു, സൗന്ദര്യം എവിടെയുണ്ടോ അവിടെ, അതാണ് ത്രിപുരസുന്ദരി എന്ന് പറയുന്നത്. എവിടെ സൗന്ദര്യമുണ്ടോ അത് ഇവിടെ ദേവി ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും വിശിഷ്ടമായ സൗന്ദര്യമുള്ള കാര്യങ്ങളോടൊക്കെ ഉപയോഗിക്കുകയാണ് ഋഷി ദേവിയുടെ സൗന്ദര്യത്തെ. പത്മരാഗശിലാദർശ, ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി, കണ്ണാടി പോലെ തിളങ്ങുന്നതാണ് ദേവിയുടെ കവിൽത്തറം. അപ്പൊ അതിൽ റിഫ്ലക്ട് ചെയ്യുന്ന ആരാണ്? ശിവനാണ്. ശിവനല്ലേ ദേവിയുടെ അടുത്തിരിക്കുന്നത്. അപ്പൊ ആ കണ്ണാടിയിൽ ആരാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ശിവകാമേശ്വര അംഗസ്ഥാ ശിവ സ്വാധീനമല്ലവ. ശിവകാമേശ്വരന്റെ അംഗത്തിലല്ലേ ദേവി ഇരിക്കുന്നത്, തൊടയിലല്ലേ ദേവി ഇരിക്കുന്നത്. അപ്പം ശിവകാമേശ്വരനെ അതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ശിവകാമേശ്വര അംഗസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അല്ല, ഇപ്പോൾ നമ്മൾ പത്മരാഗശിലാദൃശ പരിഭാവി കപോലഭൂ, പരിഭാവി, പരിഭവിക്കുന്ന. അതായത് ആ തങ്ങി പോലും ദേവിയുടെ കവിൽത്തറം കണ്ടിട്ട് പരിഭവിക്കുകയാണ്. സോ എനിക്ക് അത്രയും സൗന്ദര്യമില്ലല്ലോ എന്ന് പത്മരാഗശില പോലും പരിഭവിക്കുന്ന രീതിയിലുള്ള മനോഹരമായ പത്മരാഗശിലാദൃശ പരിഭാവി കപോല ഭൂ. കപോലം എന്ന് പറഞ്ഞാൽ, കപോലഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചാ ഉറവാ, കപോലഭൂ എന്നാണ് അതിന് പറയുന്നത്. അത് കവിൽത്തറം. ഭൂ എന്ന് പറഞ്ഞാൽ ഭവിച്ച എന്നൊക്കെ അർത്ഥം ഉണ്ടെങ്കിലും കപോലഭൂ. ഇത് അന്നമയ കോശത്തെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഋഷി പറഞ്ഞിരിക്കുന്നത്. അതാണ് ലളിതാ സഹസ്രനാമത്തെ പ്രത്യേകത.
അത്ര സൂപ്പറായിട്ടുള്ള ഭംഗിയാണ് ജീവിക്കുന്നതാണ്. അപ്പൊ പത്മരാഗ ശിലാദൃശ പരിവാഹക പോലെ ഇത് അന്നമയത്തിലെ അർത്ഥം. ഇനി നമ്മൾ മനോമയത്തിലേക്ക് വരുമ്പോൾ ഈ സൗന്ദര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഈ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടാകും. ആനന്ദം ഉണ്ടാക്കുന്നതാണ് സൗന്ദര്യമുള്ളത്. എന്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്ന എനിക്ക് സൗന്ദര്യമുള്ളതായിട്ട് തോന്നും നമ്മൾ പറഞ്ഞു. ഒരാളെ സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നു, സ്ത്രീ മറ്റൊരാൾക്ക് ഉണ്ടായിക്കോളുന്ന സൗന്ദര്യമുള്ളതായിട്ട് തോന്നിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ ആനന്ദമായ കോശത്തെ ഉണർത്തുന്നതാണ് സൗന്ദര്യം. ആനന്ദമയ കോശമാണ് ഈശ്വരൻ, പരമാത്മാവ്. ആ ആനന്ദമയ കോശത്തിലൂടെയാണ് സമാധിയിലേക്ക് പോകുന്നത്. ആ സമാധിയായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാൻ ഉണർത്തുന്ന എന്തും ദേവിയാണ്. അപ്പം ആ ആനന്ദത്തെ ഉള്ളിൽ ഉണ്ടാക്കാൻ ഇതിന് സാധിക്കുന്നു മനോമയ കോശത്തിൽ. അപ്പം ആ രൂപം, ദൈവയുടെ രൂപം നമ്മൾ സങ്കല്പിക്കും മനസ്സിൽ. പക്ഷേ അതിൽ മനസ്സിൽ ഇമോഷൻസിന്റെ ലോകമാണ് മനോമയ കോശം നമ്മൾ ഈ പറയുന്നത്. നമ്മൾ ഇമോഷൻ ഉണ്ടാക്കുന്ന എന്താണ്, അതാണ് മനോമയ കോശം. എനർജി വേൾഡ് അതല്ല, പ്രാണമയ കോശം നെക്സ്റ്റ് വരും. അപ്പം മനോമയത്തിൽ എങ്ങനെയാണ് നമ്മൾ, കണ്ണാടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിലെ ആർക്കിടൈപ്പൽ വേൾഡിൽ നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങളെ മറ്റുള്ളവരിൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ശരിക്കും. ഞാനിപ്പോ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ രൂപം എന്റെ റെറ്റിനയിൽ പതിച്ച് തലകീഴായിട്ടാണ് പതിക്കുന്നത്. അത് ഉള്ളിൽ ചെന്ന് പ്രോസസ്സ് നടത്തിയിട്ടാണ് നിങ്ങളുടെ ഒരു ചെറിയൊരു കോപ്പി, ഒരു പിക്ചർ, സൗണ്ടും എല്ലാം കൂടെ ചേർന്ന ഒരു ആർക്കിടൈപ്പ് എന്റെ ഉള്ളിൽ ഉണ്ടാക്കും. ഞാൻ ഈ സംസാരിക്കുന്ന ആ ആർക്കിടൈപ്പിനോടാണ്. നിങ്ങളും അങ്ങനെയാണ്. കാരണം സമയമില്ല, ബ്രെയിൻ എപ്പോഴും ലൈവായിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ സമയമില്ല. അപ്പം ബ്രെയിൻ എന്ത് ചെയ്യും, എളുപ്പം ഒരു രൂപം ഉണ്ടാക്കും. നിങ്ങളുടെ സംസാരത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും ഒക്കെ ഞാൻ നിങ്ങളെ കുറിച്ച് ഒരു അസസ്മെന്റ് ഉണ്ടാക്കി, ഒരു ഫിഗർ ഉണ്ടാക്കിയിട്ട് ബ്രെയിൻ വളരെ ഫാസ്റ്റായിട്ട് ഒരു ഫിഗർ ഉണ്ടാക്കിയിട്ട് ആ ഫിഗറിനോടാണ് ഈ സംസാരിക്കുന്നത്. യഥാർത്ഥം നിങ്ങളോട് സംസാരിക്കാൻ അത്രയും സ്പീഡിൽ ബ്രെയിൻ പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്രകാശം പോകുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ്, ഏറ്റവും വേഗത പ്രകാശത്തിനാണ്. എന്നാലും അത് വരാനൊരു ടൈമുണ്ട്. ചിന്തകളും അതിനേക്കാൾ ഫാസ്റ്റാണ്. അപ്പൊ ചിന്തകൾക്കും ടൈം വേണം. അപ്പൊ ചിന്തകളും അതുപോലെ തന്നെയാണ്. അപ്പം ഇതിന്റെ ഒരു ടൈമിന്റെ ഒരു ഗ്യാപ്പ് അവിടെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ആർക്കിടൈപ്പ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിനോട് നമ്മൾ സംസാരിക്കും. ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ എന്റെ ഭാര്യയോടല്ല സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ? ആൾക്കാർ പരസ്പരം നോക്കിയൊന്നുമല്ല സംസാരിക്കുന്നത്. അവരിങ്ങനെ പിന്നെ ഞാൻ നോക്കിയിട്ട് വർഷങ്ങളായ ആൾക്കാരുണ്ട്, ഭാര്യ ഭർത്താവ്. ബാംഗ്ലൂരിൽ വെച്ച് മെഡിറ്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ എടുത്തപ്പോ രണ്ട് പുരുഷനും ഇങ്ങനെ ഭാര്യയും ഭർത്താവും കൈ ഇങ്ങനെ വെച്ചിട്ട് പരസ്പരം മേളം താഴെ വെച്ചിട്ട് ഇങ്ങനെ കണ്ണി നോക്കിയിരിക്കാൻ പറഞ്ഞു. ഭയങ്കര കരച്ചില്. കാരണം വർഷങ്ങൾക്ക് മുന്നേ പ്രേമിച്ചെന്ന സമയത്ത് ഇത് ചെയ്തിരിക്കുന്നത്. ഇവര് പരസ്പരം കണ്ടിട്ടില്ല വർഷങ്ങളായിട്ട്. അപ്പോഴാണ് അവർക്കത് മനസ്സിലാവുന്നത്. കുറെ നേരം നോക്കിയിരുന്നപ്പോ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് വർഷങ്ങളായി. അവർക്ക് തന്നെ അറിയാൻ വയ്യ. അവരിങ്ങനെ കൊച്ചുങ്ങളെ നോക്കാനുള്ള തന്ത്രപ്പാടിൽ ജോലിക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ ഒന്നിച്ചാണ് കഴിയുന്നത്. പരസ്പരം ഒന്നും നോക്കുന്നില്ല. ഈ ആർക്കിടൈപ്പിന്റെ സങ്കല്പങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കണ്ണാടി പോലെ പ്രൊജക്ട് ചെയ്യാണ്. ഒരു ഭിത്തിയിൽ എങ്ങനെയാണ് കടലും ആകാശവും ഒക്കെ കാണുന്നത് പ്രൊജക്ടർ വെച്ച് അടിക്കുമ്പോൾ, അതുപോലെ മറ്റുള്ളവരുടെ മേളിലോട്ട് ഞാൻ എന്റെ സങ്കല്പത്തിൽ ഒരു ഭാര്യ ഉണ്ടാക്കിയിട്ട് പ്രൊജക്ട് ചെയ്യാം. ഈ സങ്കല്പത്തിനനുസരിച്ച് ഇവളാവുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി. അവളുടെ പരാതി ഞാൻ അങ്ങനെ ആവുന്നില്ല എന്നുള്ളതായിരിക്കും. ഇങ്ങനെ ആയിരിക്കും പൊതുവെ ആൾക്കാർ. എന്നിട്ട് ഈ സങ്കല്പത്തിനനുസരിച്ച് അവരെ ആക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെടുക നമ്മൾ. അവരെന്താണോ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് എന്താണോ വേണ്ടതെന്ന് നമുക്കറിയില്ല, അല്ലെ? അവർക്ക് എന്താണോ വേണ്ടതെന്ന് നമുക്കറിയില്ല. കുട്ടികൾക്ക് വേണ്ടത് കൊടുക്കാതെ അവരെ ചുമ്മാ ഇടയ്ക്ക് പോയി ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കും. അവർക്കത് അസ്വസ്ഥതയാണ്. അവർക്ക് വേണ്ട അവരോട് 5 മിനിറ്റ് കളിക്കുമായിരിക്കും. നമ്മൾ അവർക്കതാണ് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുക. അവസാനം പിള്ളേരെ വലുതായി കഴിയുമ്പോൾ കൊണ്ടുപോയി ഗുരുവായൂർ കൊണ്ടുപോയി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഉണ്ട്. അവർക്ക് വേണ്ട അല്ല നമ്മൾ കൊടുക്കുന്നേ, അല്ലേ? അവന് ക്രിക്കറ്റ് കളിക്കാൻ ഇത് വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും, ബാറ്റ് വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും. പക്ഷെ അവന്റെ അനിയനുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെ അനിയത്തിയായിട്ട് കമ്പയർ ചെയ്യുന്നു. അവരെ അപ്പൊ എന്ത് പറ്റും? അവനെ കണ്ട് പഠിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ശത്രുത വരികയാണ്. അവന് അതല്ല വേണ്ട. അവൻ മിടുക്കനാണെന്ന് കേൾക്കുക, അവനോട് കമ്പയർ ചെയ്യാതിരിക്കുക, അവനോട് സ്നേഹമായിട്ട് പെരുമാറുക വേണ്ട. അവന് ബാറ്റല്ല വേണ്ടത്. നമ്മളത് കൊണ്ട് കൊടുക്കും, എല്ലാം വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യമുണ്ട്. ഈ പ്രൊജക്ഷൻ നമ്മൾ അവന് വേണ്ടത് ഇതാണെന്നങ്ങ് പ്രൊജക്ട് ചെയ്യുക. ഒരു ബിസിനസ്സുകാരൻ ഫെയിലിയർ ആവുന്ന എപ്പോഴാണ്? ഒരു ബിസിനസ്സുകാരൻ എല്ലാം തകർന്ന് റോഡിൽ കൂടെ നടന്നപ്പോ ഓപ്പോസിറ്റ് ഇതേ കട നടത്തുന്ന ഒരു ഇക്കയുണ്ട്. ആ ഇക്ക ഇയാൾ ഞാൻ ലൈവ് വീഡിയോയിൽ കണ്ടാണ്, ഒരാൾ അയാളുടെ വിജയകഥ പറഞ്ഞതാണ്. ഞാൻ ഇപ്പൊ എങ്ങനെ വിജയിച്ചെന്ന് ചോദിച്ചപ്പോ, ഇയാൾ എങ്ങനെ വിജയിച്ചെന്ന് ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞാണ്, ഞാൻ എന്നിട്ട് ഈ ഇക്ക കണ്ടപ്പോ എന്നെ വിളിച്ചു. എനിക്ക് ആദ്യം ദേഷ്യം തോന്നി, കാരണം ശത്രുപക്ഷത്തിൽ നിന്ന് ഇത്രയും നാളും കട പൊട്ടിക്കഴിഞ്ഞപ്പോ അങ്ങനെ സമാധാനമായി കാണും കാലം. ഇതേ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന എന്തായാലും ഒന്ന് ചെന്നപ്പോ കയറി ഇരിക്കാൻ പറഞ്ഞു. ഒരു ചായയൊക്കെ പുള്ളി എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു വളരെ സ്നേഹമായിട്ട്, നല്ല മനുഷ്യൻ, വലിയ സ്നേഹമായിട്ട് സംസാരിക്കും. ആദ്യമായിട്ട് സംസാരിക്കുന്ന പുള്ളിയായിട്ട് ഇപ്പോഴാണ്. പുള്ളി നല്ല മനുഷ്യനാണ്. സംസാരിച്ചു വന്നപ്പോ എനിക്ക് നിങ്ങളോട് പലപ്പോഴും സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ബിസിനസ് ഒക്കെ പരാജയപ്പെടുവാന്ന് എനിക്ക് തോന്നിയപ്പോൾ ചിലതൊക്കെ പറഞ്ഞു തരണം എന്ന് തോന്നി. പക്ഷെ നിങ്ങളെ ഈഗോ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെന്ന് തോന്നിയോണ്ട് ഞാൻ പേടിച്ചിട്ട് അടുത്തോട്ട് വരായിരുന്നു. അപ്പൊ സംസാരിച്ചു വന്നപ്പോൾ വലിയ സ്നേഹമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ചോദിച്ചു, സത്യത്തിൽ ഇക്ക നിങ്ങളുടെ വിജയ രഹസ്യം ഉണ്ട്, എനിക്ക് എന്താ ഇവിടെ ഞാൻ പിഴച്ചത് എന്ന് വെച്ചപ്പോ അയാൾ പറയാണ്, നിങ്ങള് ആളുകൾക്ക് വേണമെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു വെച്ചാണ് വിറ്റത്. ഞാൻ ആളുകൾക്ക് വേണ്ട കാര്യങ്ങളാണ് എടുത്തു വെച്ച് വിറ്റത്. തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഈ വാചകം തമ്മിൽ വ്യത്യാസം വല്ലതും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും വാക്കുകൾ തമ്മിൽ ഒന്ന് പറയാമോ? അത് അയാൾക്ക് തോന്നിയതാണ്. അയാൾക്ക് ആളുകൾക്ക് വേണമെന്ന് ഇയാളെന്ന് തീരുമാനിക്കുക. കസ്റ്റമേഴ്സിന് ഇതാ വേണ്ടതെന്ന് അയാളൊക്കെ പൈസ കടം വാങ്ങിച്ച് അതിലേക്ക് എടുത്ത് സാധനം എടുത്ത് വാങ്ങിച്ചു വെച്ച് വിൽക്കാൻ നോക്കും. ആർക്കും വേണ്ട. ആളുകൾക്ക് വേണ്ടതാണ് മറ്റേ ആളെടുത്ത് വെച്ചത്. അപ്പൊ നമ്മൾ റീചെക്ക് ചെയ്യണം. നമ്മുടെ ഉള്ളിലെ റിഫ്ലക്ട് ചെയ്തിട്ട് കാര്യമില്ല പ്രപഞ്ചത്തെ പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഒരു ദിവസം സെൻ ബുദ്ധിസത്തിലുള്ള ഒരു കഥയാണ്. എന്റെ മഴു നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് ഉറപ്പായിരുന്നു അയൽവക്കക്കാരനായ അവനാണ് ഈ മഴു എടുത്തുകൊണ്ട് പോയതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അവനെ രഹസ്യമായി വീക്ഷിച്ചപ്പോൾ അവൻ ഒരു മഴു കത്തവന്റെ എല്ലാ ലക്ഷണങ്ങളും അവന്റെ മുഖത്തും നടപ്പിലും ഭാവത്തിലും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ എന്റെ പറമ്പിലൂടെ നടന്നപ്പോൾ ഞാൻ തന്നെ മറന്നു വെച്ച മഴു അവിടെ കാണപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ ജനലിലൂടെ നോക്കി വീണ്ടും അയാളെ ഒബ്സർവ് ചെയ്തപ്പോൾ, നിരീക്ഷിച്ചപ്പോൾ ഒരു മഴു ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സത്യസന്ധനായ ഒരാളുടെ എല്ലാ ലക്ഷണങ്ങളും അയാളിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ആർക്കിടെക്റ്റൽ വേൾഡ് ഉണ്ടാക്കി കരയുന്നു, ചിരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, കൊലപാതകം ചെയ്യുന്നു. നീ എന്നെ ചതിച്ചില്ലോടി. ചതിച്ചൊന്നുമല്ല, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചപ്പോ സഹിയട്ടപ്പോ ഞാൻ വേറെ ആളെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പം ആളുകള് ശരിക്കും, അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ലോകത്ത് ഞാനാണ് ഏറ്റവും സുന്ദരൻ, എന്റെ ഭാര്യയുടെ കണ്ണിലെ ഏറ്റവും വലിയ സുന്ദരൻ ഞാനാണ് എന്ന് ഞാൻ വിചാരിച്ച ഏറ്റവും വലിയ മണ്ടൻ ഞാനല്ലേ? അല്ലെങ്കിൽ എന്റെ ഭാര്യ വിചാരിക്കാൻ എന്റെ ഭർത്താവിന്റെ കണ്ണിലെ ലോകത്തിലെ ഏറ്റവും സുന്ദരി ഞാനാണ്. എന്നിട്ട് അത് പ്രൊജക്ട് ചെയ്തിട്ട് അല്ല എന്നുള്ള ഒരു സിനിമ കാണുമ്പോൾ, ഷാരൂഖ് ഖാനെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടം തോന്നിയെന്നിരിക്കും. ഇത് കാണുന്ന പറഞ്ഞ് എനിക്ക് ദേഷ്യം വന്നിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? സത്യത്തിനെതിരായി നമ്മൾ ഇങ്ങനെ സങ്കല്പിച്ചു കൂട്ടി അത് റിഫ്ലക്ട് ചെയ്ത് മറ്റുള്ളവർ പ്രൊജക്ട് ചെയ്ത് ഒരു പ്രൊജക്ടറായി മാറുകയാണ്. അതനുസരിച്ച് കാര്യങ്ങൾ വരാതെ വരുമ്പോൾ പ്രശ്നം ഉണ്ടാകുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് മനോമയ കോശത്തിൽ. അതിനെ കറക്റ്റ് ചെയ്യാൻ ദേവിക്ക് മാത്രമേ സാധിക്കൂ. അത് പ്രാണമയത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാവും. ഈ റിഫ്ലക്ഷൻസ് ആണ് ദേവി തന്നെയാണ്, എനർജിയാണ്, പ്രാണനാണ്, സങ്കല്പങ്ങളാണ്. പക്ഷെ ദേവി എന്ന് പറയുമ്പോൾ അത് ശിവബോധത്തിൽ ഊന്നിയിട്ടുള്ള ശക്തി ആയതുകൊണ്ട് ഈ റിഫ്ലക്ഷൻസിനെ ശുദ്ധീകരിച്ച് തരാൻ ദേവിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ധ്യാനത്തിലൂടെ, ജപത്തിലൂടെ, ഉപാസനയിലൂടെ, നമ്മുടെ പഞ്ചകോശ സാധനയിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കഴിവുണ്ടായി വന്ന് ഈ മനോമയ പിക്ചറുകളെ, രൂപങ്ങളെ, ചിത്രങ്ങളെ നശിപ്പിക്കാനും. അതാണ് ആകത്തുക എന്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള പിക്ചറുകൾ. എന്റെ പേഴ്സണാലിറ്റിയെ കൊല്ലാൻ, എന്റെ പേഴ്സണാലിറ്റി എന്ന പ്രേതത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനും സാധിക്കും. അത് മാറിക്കഴിഞ്ഞാൽ എനിക്കിതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും.
എന്റെ ഭാര്യയുടെ വിഷമവും സന്തോഷവും ഒക്കെ എനിക്ക് മനസ്സിലാവും. മറ്റുള്ളവരുടെ ഒക്കെ വിഷമങ്ങളും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളെയും ഒക്കെ എനിക്ക് മനസ്സിലാവാൻ സാധിക്കും. അതോടുകൂടി എന്റെ പ്രശ്നങ്ങൾ മാറും. ഞാനാണ് ഇവിടെ ശല്യം, ഞാൻ ഉണ്ടാക്കുന്ന പിക്ചറുകളാണ് ശല്യം. ഏതുമായിട്ട് യോജിക്കാൻ നമുക്ക് സാധിക്കണം. എത്ര ഇഷ്ടമല്ലാത്ത കാര്യവുമായിട്ടും യോജിക്കാൻ സാധിച്ചാൽ അതിന് ജീവിതത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാം. അതിന് തടസ്സം ഈ പേഴ്സണാലിറ്റിയാണ്. അപ്പം ഈ പറയുന്ന മനോമയ കോശത്തിലെ അർത്ഥം ഇതിനെ മാറ്റിയെടുക്കാൻ ദേവിയുടെ രൂപത്തിന്, സൗന്ദര്യത്തിന്, രൂപത്തിന് ഒക്കെ സാധിക്കും. ഇമോഷണലി ബാലൻസ്ഡ് ആക്കാൻ ദേവിക്ക് സാധിക്കും. റിയൽ അനുഭവം ശിവബോധത്തിലിരിക്കുന്ന ശക്തി ആയതുകൊണ്ട് ആ രൂപത്തിനകത്തിലൂടെ, ആ മനോമയ ചിത്രത്തിലൂടെ ശിവബോധത്തെ ഊന്നിക്കൊണ്ടുള്ള ശക്തിയുടെ ഉപാസന കൊണ്ട് ഈ മനോമയത്തെ തരണം ചെയ്യാൻ, ഈ റിഫ്ലക്ഷനെ തരണം ചെയ്യാൻ സാധിക്കും. മനോമയ കോശത്തിലെ അർത്ഥം അന്നമയം, മനോമയം. ഇപ്പോഴാണ് ആളുകൾക്ക് ഞാൻ എന്ത് ഈ പറയുന്നതിന് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഇപ്പോഴാണ് ഇപ്പൊ കുറെ എണ്ണം പങ്കെടുത്തപ്പോഴാണ് ഇയാൾ ഈ പഞ്ചകോശം എന്നൊക്കെ പറയുന്നതാണ് മനസ്സിലാവാത്തത്. അപ്പം തുടർച്ചയായിട്ട് അറ്റൻഡ് ചെയ്യണം, ആരും കിട്ടാവരുത്. അപ്പോഴേ ശരിക്കും മനസ്സിലാവത്തില്ല. കുറച്ചങ്ങോട്ട് കഴിയും തോറും നല്ല രസമായിരുന്നു, നമുക്ക് രസം പിടിക്കുന്ന ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ അവര്. എനിക്ക് ഇപ്പോഴാണ് ഒരു രസമായിട്ട് തോന്നുന്നത്, ഒരു ലഹരിയായിട്ടൊക്കെ തോന്നുന്നത്. ആദ്യം ഇതൊന്നും മനസ്സിലായി ഈ പറയുന്നത് പഞ്ചകോശം. അപ്പൊ അത് മനോമയത്തിലെ അർത്ഥം. പ്രാണമയത്തിലേക്ക് വരുമ്പോ എന്താണ്? ഊർജലോകമാണ്. പത്മരാഗശിലാദർശ, ചെറിയ വാക്കൊന്നുമല്ലത്. പത്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവതകളൊക്കെ ഇരിക്കുന്ന താമരപ്പൂവിലാണ്, ശരിയല്ലേ? അല്ലേ? താമരപ്പൂവിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോ താമരപ്പൂ ജഗതിയോട് പറഞ്ഞു. ജഗതി നടൻ ജഗതി ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ അച്ഛനെ ജഗതി എം കെ ആചാര്യ, ഇവർ തമ്മില് ഈഗോ ക്ലാഷസ് ഉണ്ട്. ഇയാൾ സിനിമയ്ക്ക് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഇരുന്നപ്പോ അച്ഛൻ എന്റെ ഒരു പടം ഇറങ്ങിയിട്ട് പോയി കാണാത്ത എന്താ? നീ സമയം കിട്ടിയില്ല, ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു പടമല്ലേ, എന്താ പോയി കാണാത്തെ? കാണണ്ടല്ല. ഇങ്ങനെയാണോ ഒരു പിള്ളേരെ ഒരു ഇത് ചെയ്യുമ്പോ പ്രോത്സാഹിപ്പിക്കണ്ട? വളരെ പാടുപെട്ട് കിട്ടിയ അവസരമാണ്. അപ്പൊ അത് ഞാൻ പോയി എന്ന് പറയാണ്. ചെന്നൈയിലൊക്കെ അന്ന് തെണ്ടി തിരിഞ്ഞ് വലിയ പാടുപെട്ടിട്ട് അവസരം കിട്ടുന്നു സിനിമയിൽ. അപ്പം ഇനി സമയം കിട്ടിയില്ല, എനിക്ക് പിള്ളേരെ നോക്കണമായിരുന്നു, നിന്റെ പെങ്ങളെ കെട്ടിക്കണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? ഒരു മര്യാദ വേണ്ട. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇനി വിളിച്ചിട്ട് പറയണ്ടേ, സരസ്വതി ദേവി ഇരിക്കുന്ന എവിടെ അറിയും? താമരപ്പൂവിനകത്ത്. അപ്പൊ ഇത്രയും വലിയ വെയിറ്റുള്ള സ്ത്രീ കയറി ഇരുന്ന താമരപ്പൂ ഒടിഞ്ഞു പോകത്തില്ലയോ? ഒടിഞ്ഞു പോകത്തില്ല. എന്താ? നിന്റെ അത്ര ഈഗോ ഇല്ല. കലാകാരൻ ഈഗോ പാടില്ല. കലാകാരൻ വളരെ സിമ്പിൾ ആയിരിക്കണം, വെയിറ്റ് കുറഞ്ഞിരിക്കണം. എന്നിട്ട് ഈഗോയുടെ കനം കൊണ്ട് നീയാണ് കയറിയിരിക്കുന്നെങ്കിൽ അപ്പൊ അടിഞ്ഞു പോയി കയറി ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സരസ്വതിയാണ് കലയുടെ ദേവത. അപ്പൊ ആ ദേവത പോലും ഇരിക്കുന്ന അത്ര സിമ്പിളായിട്ടാണെങ്കിൽ നീ എത്രമാത്രം സിമ്പിൾ ആവണം എന്ന് ചോദിച്ചോണം. അത് വലിയൊരു അറിവായിരുന്നു. അദ്ദേഹത്തിന് കണ്ണു തുറന്നു. ജഗതി ശ്രീകുമാർ വളരെ അറിവിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം. അപ്പൊ ഇതൊക്കെ മനോമയത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പ്രാണമയത്തെ കുറിച്ചാണ്. പ്രാണമയ കോശത്തിലെ പത്മരാഗം, പത്മം എന്ന് പറഞ്ഞാൽ താമര, അത് പറഞ്ഞപ്പോഴാണ് ഇത് ഓർമ്മ വന്നത്. താമരയല്ലത്, ചക്രങ്ങളാണ്. ശ്രീചക്രം, അതില് സർവാശാ പരിപൂരക ചക്രം, സർവസംക്ഷോഭണ ചക്രവും താമരയുള്ള ദളങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രീചക്രത്തില്? അല്ലേ? അപ്പൊ ഇത് താമരയോട് ഉപമിക്കുക. പക്ഷെ വെറും താമരയല്ല അത്, ദളങ്ങളല്ലത്, അതൊക്കെ വൈബ്രേഷനാണ്. കല്ലെടുത്ത് വെള്ളത്തിൽ ഇട്ടാ ഉണ്ടാകുന്ന വൈബ്രേഷനാണ് ശക്തി സ്വരൂപം. ആറ്റവും ഗാലക്സിയും ലോകത്തെ എല്ലാം ശബ്ദങ്ങളും ഈ വൈബ്രേഷൻ, സൗണ്ട്, ഓം. അപ്പൊ ഈ സൗണ്ടിന്റെ പല ടൈപ്പിലുള്ള വൈബ്രേഷനാണ് ദേവതാ സ്വരൂപങ്ങൾ. പ്രാണൻ പല സ്വരൂപത്തിൽ സ്പന്ദിക്കുന്നതാണ്, വൈബ്രേഷൻസ് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ഒരു ദേവത. നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ ആ ദേവത മന്ത്രാക്ഷരത്തിലൂടെ ഉണ്ടാക്കുന്ന പ്രാണന്റെ കമ്പനങ്ങളിലൂടെ ആ ദേവതയുടെ വൈബ്രേഷണൽ ഫീൽഡ് സൃഷ്ടിക്കപ്പെടുന്നു. ആ ദേവതയെ അട്രാക്ട് ചെയ്യാനുള്ള വൈബ്രേഷൻ അവിടെ ഉണ്ടാകും എന്നൊക്കെ പറയാം. അതാണ് മന്ത്രസ്വരൂപമാണ് ദേവതയുടെ. മന്ത്രം കൊണ്ടുണ്ടാകുന്ന വൈബ്രേഷനാണ് ദേവത. മൂലമന്ത്രാത്മിക മൂലകൂടത്രയകളേപര, വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം ചേരുന്ന വൈബ്രേഷനാണ് മൂലമന്ത്രാത്മികയാണ് ദേവതയുടെ ശരീരം നിന്ന് പിന്നുള്ള നാമങ്ങളിൽ പറയുന്നുണ്ട്. ഈ മൂന്ന് കൂടങ്ങൾ ചേർന്നുണ്ട്. അപ്പം
ഈ വൈബ്രേഷൻ ഫീൽഡായ ശ്രീയന്ത്രം, ശ്രീചക്രം, അതാണ് പത്മരാഗം. രജോ ഗുണത്തിൽ നിന്ന് ജനിച്ചതാണ്. രജത്തിൽ നിന്ന് ജനിച്ചതിനെയാണ് രാഗം എന്ന് പറയുക. പ്രാണൻ സ്പന്ദിക്കുന്ന സത്വരജസ് തമസ് ഗുണങ്ങളായിട്ടാണ്. കാശ്മീരി ശൈവസിദ്ധാന്ത പ്രകാരം ശിവബോധമായ പരമാത്മാവായിട്ടുള്ള പ്രകാശത്തിൽ നിന്ന് വിമർശമായി ഉണ്ടാകുന്ന ആദിപരാശക്തി അത് ഈ ശിവബോധത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലൊക്കെ ഈ ശിവബോധം പ്രകാശിക്കുന്നുണ്ട്. എങ്ങനെയാണോ 1000 കുളങ്ങളിൽ, നദികളിൽ ഒരു സൂര്യൻ പ്രകാശിക്കുന്നത്, അതുപോലെ ഈ ചിതാകാശത്തിൽ അല്ലെങ്കിൽ ഈ സൂര്യൻ ഈ പരമാത്മാവായിട്ടുള്ള ഭർഗോദേവസ്യ ധീമഹി എന്ന് പറയുന്ന ഗായത്രിയിൽ പറയുന്ന ആ സൂര്യ പ്രകാശം എന്ന് പറയുന്നത് ഇന്റേണൽ സൂര്യനാണ്, പരമാത്മാവാണ്. ആ പരമാത്മാവ് ജീവാത്മാവിലും പ്രകാശിക്കുന്നു, നമ്മുടെ എല്ലാ ഉള്ളിലും, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ പ്രകാശിക്കുന്നു. അപ്പൊ ആ ശ്രീചക്രം പ്രപഞ്ച സ്വരൂപമാണെന്ന് പറയുന്നു. യഥോ പിണ്ടാണ്ടേ തഥോ ബ്രഹ്മാണ്ടം എന്നൊക്കെ പറയും. അപ്പൊ ആ പ്രപഞ്ചത്തിലെ ഈ പ്രകാശം അതിന്റെ വിമർശ സ്വരൂപമായ കാശ്മീരി പ്രകാരം ശിവനാകുന്ന പ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന വിമർശം, ഇത് ശക്തിയെ. അപ്പൊ ആ പ്രപഞ്ചത്തിൽ ഇത് പ്രകാശിക്കുന്നുണ്ട്, കണ്ണാടി പോലെ പ്രതിഫലിക്കുന്നുണ്ട്, റിഫ്ലക്ഷൻ. അതാണ് പ്രാണമയോശിലെ അർത്ഥം. അപ്പൊ പ്രാണനാണ് ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രപഞ്ചം മുഴുവൻ ആദിപരാശക്തി ഈ പ്രാണൻ സ്പന്ദിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർമ്മം ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ 64 കോടി കാമകലകളായിട്ട് ദേവി വികസിച്ചിരിക്കുന്നു. ചതുഷ്ടി കോടി യോഗിനി ഗണസേവിത എന്ന് പറയും. കോടിക്കണക്കിന് യോഗിനികൾ, വൈബ്രേഷണൽ ഫീൽഡുകളാണ് ആയിട്ട് ആദിപരാശക്തി പ്രപഞ്ചമായത്തെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് സംഹാര തിരോധാന അനുഗ്രഹം പഞ്ചകൃത്യങ്ങൾ ചെയ്ത് പരിപാലിക്കുന്നു. അപ്പോ അതാണ് പത്മരാഗം. രജോ ഗുണത്തിലാണ് ഈ പ്രാണൻ പ്രവർത്തിക്കുന്നത്. ആദിപരാശക്തി സൃഷ്ടികർമ്മത്തിലെ രജോ ഗുണമാണ്. ഇച്ഛാശക്തി ഈ ആയിട്ട് ആഗ്രഹമായിട്ട് ആണ് ദേവി ഉണ്ടാകുന്നത്. അത് പിന്നെ ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമായി മാറുന്നു. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇച്ഛാശക്തിയാണ് രജോ ഗുണം. ആഗ്രഹം, രാഗം, ഇഷ്ടം, പ്രണയം, സ്നേഹം, അല്ലെങ്കിൽ പ്രണയം, ഇഷ്ടം, ഇതൊക്കെ നിന്ന് നമുക്കൊരു കാറ് വാങ്ങിക്കണമെന്ന് ഇഷ്ടം തോന്നുമ്പോഴാണ്, അതിനോട് പ്രണയം തോന്നുമ്പോഴാണ്, രാഗം വരുമ്പോഴാണ് അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്. ആഗ്രഹമില്ലാതെ ലോകത്താരും വർക്ക് ചെയ്യാറില്ല. ഫാമിലിയെ നോക്കണം, അല്ലെങ്കിൽ ആഗ്രഹം കാറ് വാങ്ങിക്കണം, വീട് വെക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ടല്ലേ പണിക്ക് പോകുന്ന ആൾക്കാർ അല്ലെ? നല്ല ഓട്ടോക്കാരാണ് എന്ത് പറയും, നമ്മളെ ഫോൺ വിളിച്ച് സാറേ ഇന്നല്ലേ സാറിന്റെ ഓട്ടം വരട്ടെ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ദൂരെ ഒരാൾ വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഓട്ടോ അവിടെ ഇതിന് ഒരാഗ്രഹമുണ്ട്, എന്താ 10 രൂപ കിട്ടിയിട്ട് വേണം വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ. അതേസമയം ആഗ്രഹം ഇല്ലാത്ത ചില ഓട്ടോക്കാരില്ലേ, ആ ബദാവിന്റെ ചോട്ടിൽ അങ്ങനെ കിടക്കും. പോകുന്നില്ലയോ? ഇല്ല. എന്താ മൊബൈല് കാണുമോ? അവിടെ കിടന്നു. അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ നല്ല ഓട്ടോക്കാരുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടണം, ഉയരണം. മറ്റേ 2 അടിച്ചിട്ട് വന്ന് ഇങ്ങനെ ബദാവിന്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കുക, അനക്കൊന്നുമില്ല. അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പൊ 2 ടൈപ്പ് എല്ലായിടത്തും ഉണ്ട്. ഓട്ടോക്കാരിലല്ല, എല്ലാവരിലും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ. അപ്പം രജോ ഗുണം, ആഗ്രഹം ഉണ്ടെങ്കിൽ സൃഷ്ടി ഉണ്ടാകത്തുള്ളൂ, പ്രവൃത്തി ഉണ്ടാകത്തുള്ളൂ. സമാജം ഈ മൊബൈലൊന്ന് ഓഫ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് വെക്കരുത്, ഫ്ലോ കളയും. അപ്പം എന്താണ്? അപ്പൊ അതാണ് രജോ ഗുണം. ആഗ്രഹത്തിൽ നിന്നാണ് ദേവി ആദിപരാശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. സ്വീകരണം ഉണ്ടാവുന്നത്, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്. എന്റെ ശുദ്ധബോധത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കുന്നതുകൊണ്ടാണ് സൂര്യനുള്ളത്. നാളെ ഞാൻ പുറത്തേക്ക് വരുന്നില്ല, ചത്തുപോയിക്കുന്ന സൂര്യനില്ല. നിങ്ങൾക്കുണ്ടോന്നുള്ള എന്റെ വിഷയമല്ല. അപ്പൊ എന്റെ ബോധത്തിൽ നിന്നുകൊണ്ട് ഞാൻ സൃഷ്ടിച്ചനുഭവിക്കുന്നതാണ് ഈ ലോകം. ഈ ബോധത്തിന്റെ എന്റെ ബോധത്തിന്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ. ഏത് ഗാലക്സിയിലാണോ? ഒന്നുമല്ല, എന്റെ ഉള്ളിലാണ്. ഞാനില്ലെങ്കിൽ പ്രപഞ്ചമൊന്നുമില്ല, സൂര്യനൊന്നുമില്ല. അപ്പൊ ഞാനാണോ വലുത്? സൂര്യനാണ്. ഞാനാണ് വലുത് സൂര്യനേക്കാൾ. ഞാൻ ഉള്ളതുകൊണ്ടല്ലേ സൂര്യനെ കാണുന്നത്. ഞാൻ ഇല്ലെങ്കിൽ സൂര്യനെ കാണും. അപ്പോ സൃഷ്ടി എന്റെ ഉള്ളിലെ ശ്രീചക്രം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെ? എന്റെ ഉള്ളിൽ നിന്നാണ്, എന്റെ ബോധകേന്ദ്രത്തിൽ, ശിവബോധത്തിൽ നിന്നാണ്.
അതാണ് പത്മത്തിൽ രാഗശില എന്ന് പറഞ്ഞാൽ എന്താ? ശില എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഉറച്ചത് എന്ന അർത്ഥത്തിൽ പറയാറുണ്ട് സംസ്കൃതത്തിൽ. അപ്പൊ ശുദ്ധബോധ കേന്ദ്രം ഉറച്ചതാണ് ശിവബോധം. അത് സ്റ്റില്ലാണ്, ഇറ്റ് ഈസ് നോട്ട് മൂവിങ്. ശിവൻ മൂവ് ചെയ്താൽ ശക്തിയായി, ശക്തി നിന്നാൽ ശിവനായി. ശിവൻ മൂവ് ചെയ്താൽ അതിന്റെ ശക്തി എന്ന് വിളിക്കുന്നു, ശക്തി നിന്നാൽ ശിവനായി. അപ്പൊ ആ ശില എന്ന് പറയുന്നത് ഉറച്ചത്. അപ്പൊ ബോധകേന്ദ്രമായ ബിന്ദുവിൽ നിന്ന്, ശ്രീചക്രത്തിന്റെ ബിന്ദുവിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ പ്രാദുർഭാവം ഉണ്ടാകുകയാണ്. റിഫ്ലക്ഷൻ ആയിട്ട് പ്രപഞ്ചം ഉണ്ടാകുന്നു. പ്രകാശം, വിമർശം. അത് രാഗമായിട്ടാണ്, രജോ ഗുണത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രാണമയ കോശത്തിലെ അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ പറയണം. അപ്പൊ പത്മരാഗ ശിലാദർശ അത് റിഫ്ലക്ട് ചെയ്യുന്നു പ്രപഞ്ചത്തെ. ഒറ്റ വാക്കിന്റെ അർത്ഥം നോക്കി, എത്ര ഡെപ്താന്ന് നോക്കി, എത്ര ഡെപ്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പത്മരാഗ ശിലാദർശ, ഇതൊക്കെ എഴുതിയ ആളിന്റെ തല എന്തോ ആയിരിക്കും. നമ്മളിത് പറയാൻ തന്നെ ഇത്രയും ബുദ്ധിമുട്ടുന്നു. എഴുതിയ ആളുടെ തല എന്തോ ആയിരിക്കും. പത്മരാഗ ശിലാദർശ പരിഭാവിക ബോലഭൂ, അത് പരിഭവിക്കുന്ന കപോല കവിൾത്തടത്തിന്റെ ഇത് പറയാണ്. അപ്പൊ അത്രയും ആ രീതിയിലേക്ക് ഈ പ്രപഞ്ചത്തെ റിഫ്ലക്ട് ചെയ്ത് പരിഭാവിക ബോലഭൂ, പരിഭവിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ വൈബ്രേഷണൽ ഫീൽഡ് പ്രപഞ്ചം മുഴുവൻ വികസിച്ചു നിൽക്കുകയാണ് ആദിപരാശക്തിയുടെ. അത് അങ്ങനെയാണ് വിശ്വമാതാവായിട്ട് അത് മാറിയിട്ടുള്ളത്. അമ്മ, പ്രപഞ്ചത്തിന്റെ അമ്മ എന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം ആദിപരാശക്തി പ്രപഞ്ചത്തിന്റെ അമ്മയാണ്, മാതൃഭാവമാണ് എന്ന് പറയാൻ കാരണം അതാണ്. സൃഷ്ടി എപ്പോഴും മാതാവിൽ നിന്ന് നടക്കുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ആ ഒരു പരമാത്മ ചൈതന്യം നമ്മുടെയൊക്കെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ ശരിക്കുള്ള റിഫ്ലക്ഷനെ ഉണ്ടാക്കി തരികയും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മനോമയത്തെ ശുദ്ധമാക്കിക്കൊണ്ട് അന്നമയത്തെ ഹെൽത്തിയാക്കി സൂക്ഷിച്ചുകൊണ്ട്, മനസ്സ് ഹെൽത്തി അല്ലെങ്കിൽ ശരീരം ഹെൽത്തി ആവില്ല, എപ്പോഴും ഓർത്തോണം. പ്രാണമയത്തെ ബാധകളൊന്നും കയറാതെ അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, അങ്ങനെ ഇത്രയായി കഴിയുമ്പോൾ അറിവുണ്ടാകും. പ്രാണം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നറിയാം. നല്ല ഫുഡ്, നല്ല ബന്ധങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ, കെമിക്കലൈസ് അല്ലാത്ത ഫുഡും ഒക്കെ അറിയാൻ, നമുക്ക് വേണ്ട ബന്ധങ്ങളെ ഒക്കെ തിരിച്ചറിയാനുള്ള പ്രാണന്റെ സ്കില്ല്, പ്രാണനെ അറിയുന്ന സ്കില്ല് വിജ്ഞാനമയ കോശം ആക്റ്റീവ് ആക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ കർമ്മഫലങ്ങൾ ബെറ്റർ ആവുന്ന ആനന്ദമയ കോശം ഉണരുകയും ആദിപരാശക്തി പൂർണ്ണമായി നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ സമാധിയെ പ്രാപിക്കുകയും ചെയ്യുന്നു ജീവിത വിജയത്തോടൊപ്പം. അങ്ങനെ എല്ലാവർക്കും ആ സമാധി നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ലക്ഷ്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. എന്റെ ലക്ഷ്യം ഈ ലോകത്തെ കാശുണ്ടാക്കൂ, മറ്റു കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ വേണം, അതൊക്കെ വേണ്ടെന്നല്ല. ധർമാർത്ഥ കാമ മോക്ഷം നേടണം എന്നുള്ളതാണ്. അതായത് സമാധി നമുക്ക് കിട്ടണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മരിച്ചു കഴിയുമ്പോൾ കുറഞ്ഞ വർഷം സമാധി ഇല്ലെങ്കിലും പ്രകാശത്തിന്റെ ദേവിയുടെ ലോകത്തെങ്കിലും ചെന്ന് എനിക്ക് നിൽക്കാൻ പറ്റണം, ഈ പ്രേതമായിട്ട് അലിഞ്ഞിരിക്കാൻ വയ്യ എന്നുള്ള ഒരു തീരുമാനമെങ്കിലും നമ്മൾ എടുത്തിരിക്കണം. ലക്ഷ്യബോധം വേണം ഉപാസിക്കുമ്പോൾ. അങ്ങനെ ഉപാസിച്ച ഈ ലോകത്ത് നടക്കുന്ന ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. മുസ്ലിംസിനെ കണ്ടുപിടിക്കണം. അവർ സ്വർഗം ചുമ്മാ പറഞ്ഞിട്ടായാലും സ്വർഗത്തിൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ സംഭവിക്കുന്നൊന്നും അവനെ ബാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ സത്യസന്ധമായിട്ട് ഇതിങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതല്ലേ. നമ്മൾ ഇതൊന്നും ബാധിക്കില്ലല്ലോ. അപ്പൊ അതിന് ഈ എന്തെങ്കിലും പ്രശ്നം വന്നു, ഇവിടെ നമ്മൾ ഒരാൾ ഇഷ്ടപ്പെടുന്നില്ല, വേണ്ട, നമ്മളെ ചീത്ത വിളിച്ചു, വേണ്ട, അതൊന്നും വേണ്ട. കാര്യം എന്താ? നമ്മുടെ ലക്ഷ്യം നമ്മൾ മരിച്ച ശേഷമുള്ള ലോകത്തിന് വേണ്ടിയിട്ടുള്ള പുണ്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഉപാസനയിൽ കൂടെ. പിന്നെന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? ഈ സംഭവം ഭയങ്കര ഒരു പവർ നമുക്ക് ഉണ്ടാക്കി തരും. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഈശ്വരന് സമർപ്പിക്കാം നമ്മുടെ ജീവിതം. അതോടുകൂടി നമുക്ക് ഒരു പരാതിയും പരിഭവങ്ങളും ഇല്ലാത്ത ഹാപ്പിനെസ് മാത്രമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ദേവിയെ അറിയാൻ പറ്റുമ്പോൾ, ദേവി ഉണ്ടല്ലോ എൻ്റെ കൂടെ, അതിനപ്പുറം മറ്റെന്താ വേണ്ടത്? ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്ത പ്രാവശ്യം, അടുത്ത ശനിയാഴ്ച എങ്ങനെ വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. വിദേശ യാത്രയിലാണ്. അപ്പം റൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ഇവിടെ ഓൺലൈൻ കണക്ഷൻ കിട്ടുമല്ലോ. അപ്പം ഇന്നത്തെ ചെയ്യാമെന്നാണ് വിശ്വസിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് സാഹചര്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ അയക്കും.
ആരും പരിഭവിക്കരുത്. അതിൽ എന്തായാലും ഈ സമയത്ത് പരിപാടി ഉണ്ടാവും, എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ശ്രീമാത്രേണമ. ദൈവയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആയുരാരോഗ്യ സൗഖ്യം. ശ്രീമാത്രേ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇപ്രാവശ്യമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ്. ഇന്നിപ്പോ കുറെ പേരെ ഇട്ടിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അതിനുള്ള പരിഹാരം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു പേഴ്സണലി, അത് നടന്നു ഇത് നടന്നു എന്നൊക്കെ പറഞ്ഞ്. ദയവായിട്ട് അത് ഗ്രൂപ്പിൽ അത് ഓപ്പൺ ആയിട്ടൊരു വോയിസ് നോട്ടായിട്ട് ഇടുക നമ്മുടെ ഗ്രൂപ്പില്. പറ്റുമെങ്കിൽ ഇവിടെ വന്ന് പറയുക, ഒരു സെക്കൻഡ് 1 മിനിറ്റ് കൊണ്ട് അവരുടെ ഒരു അനുഭവം കൂടെ പങ്കുവെക്കുക പറ്റുമെങ്കിൽ. ഇതൊക്കെ ഭയങ്കര എല്ലാവർക്കും മോട്ടിവേഷൻ കിട്ടുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം, നാണക്കേട് വിചാരിക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും അതിനൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പം ഒരു മിനിറ്റ് നമുക്ക് എല്ലാവർക്കും വേണ്ടി, എല്ലാ ഈ കാര്യങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഇത് മാത്രമേ എല്ലാ പ്രശ്നങ്ങളും മാറി, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച്, തടസ്സങ്ങളും മാറി, ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. ശ്രീമാത്രേ. രാഷ്ട്രീയ വിദ്യാ കുടുംബാംഗങ്ങൾക്കും എന്റെ നമസ്കാരം. എല്ലാവരിലേക്കും ദേവി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ ലളിതാംബാ ഗുരുപാദുകാം പൂജയാമി തർപ്പയാമി നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സർവവിഘ്നഹരം ദേവം സർവവിഘ്ന വിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ഓം അസ്യ ശ്രീലളിതാ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷയഃ അനുഷ്ഠുച്ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരീ ദേവതാ. ഓം ശ്രീമദ് വാഗ്വകൂടേതി ബീജം മധ്യകൂടേതി ശക്തിഃ ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം. ശ്രീലളിതാ മഹാത്രിപുരസുന്ദരീ പ്രസാദ സിദ്ധിദ്വാരാ സകല ചിന്തിത ഫലവ്യാപ്തർത്ഥേ ജപേ വിനിയോഗഃ. ധ്യാനം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാസ്മിതമുഖീയാപീന വക്ഷോരുഹാം പാണിഭ്യാമളിപൂർണ രക്തചഷകം രക്തോത്ഫലം വിപ്രദീം സൗമ്യാം രത്നഖടസ്ഥ രക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാംഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാം മളികചുംബികസ്തൂരികാം സമന്തഹസിദേഷണാം സജരജാപപാശാങ്കുശാം അശേഷജനമോഹിനി അരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിദൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണജാപാം അണിമാദിഭിരാവൃതാം മയൂഖൈയഹമിത്യേവ വിഭാവേശ് ഭവാനീം. ഓം ഐം ഹ്രീം ശ്രീം ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂതാ ദേവകാരി സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭാ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാഗ സൗഗന്ധികല സത്കജ കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജതളികസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷക വദനസ്മരമംഗല്യ ഗൃഹതോരണ ചില്ലിക വക്ത്രലക്ഷ്മീ പരീവാഹജലന്മീനാഭലോചന നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര കദംബ മഞ്ജരി ക്ലിപ്തകർണപൂര മനോഹര താഠങ്കയുഗളീ ഭൂതതപനോഢുവ മണ്ഡല പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂ നവവിദ്രുമബിംബ ശ്രീന്യക്കാരിരചല വിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂര വീടിയാമോദ സമാകർഷ ദിഗന്ധര
നിജസല്ലാപ മാധുര്യ വിനിർഭർസിത കച്ഛപി മന്ദസ്മിത പ്രഭാപൂരമദ്യത് കാമേശ മാനസ അനാകലിത സാദൃശ്യ ജിപുക ശ്രീ വിരാജിത കാമേശബദ്ധ മംഗല്യ സൂത്രശോഭിത ഗന്ധര കനകാംഗത കേയൂരകമനീയ ഭുജാന്വിത രത്നഗ്രൈവേ ചിന്താകലോല മുക്താഫലാന്വിത കാമേശ്വര പ്രേമരത്ന മണിപ്രതിപണസ്തനി നാഭ്യാലമാല രോമാളി ലതാഫലകുജദ്വയി ലക്ഷ്യരോമലതാ ധാരദാ സമുന്നേയ മധ്യമ സ്തനഭാരതിളന്മധ്യവട്ടബന്ധവലിത്രയ അരുണാരുണ കൗസുംബ ശ്രദ്ധാസുത്കടീതടി രത്നകിങ്കിണികാരമ്യ രശനാധാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരിഷുപ്ത സ്മരതൂണാ ഭജംഗിക കൂടഗുൽഭാ കൂർഭപൃഷ്ടജേഷ്ണു പ്രപദാന്വിത നഖദീതി സംഛന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാലപരാഗത സരോരുഹ ചിഞ്ചാനമണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമനാ മഹാലാവണ്യശേവതി സർവാരുണാനുവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണിഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാഠവീ സംസ്ഥാ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവശ്രീ ഗണസംഘാത സ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദിക്ത ശക്തി സേനാ സമന്വിത സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടി കോടി വിരാവൃത ചക്രരാജധാരൂഢ സർവായുധ പരിഷ്കൃത ഗേചക്രധാരൂഢ മന്ത്രിണീ പരിസേവിത കിരിചക്രരധാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനി കാക്ഷിപ്ത വന്യപ്രാകാര മധ്യക ഭണ്ഡസൈന്യവധോദുക്ത ശക്തി വിക്രമഹർഷിത നിത്യാപരാക്രമാട്ടോപനിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്രവധോദിക്ത ബാല വിക്രമനന്ദിത മന്ത്രിണ്യംബാ വിരചിത വിശങ്കവദോഷിത വിശുക്ര പ്രാണഹരണാവാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നേന്ദ്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത വർഷിണി കരാങ്കുലീ നഖോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപദാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാർത്ഥ നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോവേന്ദ്ര മഹേന്ദ്രാതിരേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധി ശ്രീമത് വാക്വകൂട്ടൈക സ്വരൂപമുഖ പങ്കജ കണ്ഠാദക്കടി പര്യന്ത മധ്യഗൂഢ സ്വരൂപിണി ശക്തികൂഠൈകതാപന്ന കഠ്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്യ മൂലകൂടത്രേ കളേബര കുലാമൃതൈകരസിക കുലസങ്കേത പാലിനി കുലാംഗന കുലന്തസ്ഥ കൗളിനി കുലയോഗിനി അകുലാ സമയാന്തസ്ഥ സമയാചാര തത്പര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി ഭേദിനി മണിപൂരാന്തരുത വിഷ്ണുഗ്രന്ഥി ഭേദിനി അജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി ഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസദന്തനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാഭവ ശാംഭവി ശാരധാരാധ്യ ശർവാണി ശർമ്മധായിനി ശങ്കരി ശ്രീഘരി സ്വാധി ശരശ്ചന്ദ്ര നിഭാനന ചാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുവപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാതിർ നിരീശ്വര നീരാകാരാഗമദനി നിർമ്മദാ മദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസംശയ സംശയഖനി നിർഭവാഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചുകുര നിരപായ നിരത്യ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകർണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപാ മനോന്മനി മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി വിടപ്രിയ മഹാരൂപ മഹാപൂജ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തി മഹാരഥി മഹാഭോഗോ മഹേശ്വര്യ മഹാവീര്യ മഹാബല
മഹാബുദ്ധി മഹാസിദ്ധി മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹർഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ഠിപചാരാഢ്യ ചതുഷ്ഠികലാമയി മഹാചതുഷ്ഠി കോടി യോഗിനി ഗണസേവിത മനുവിദ്യാ ചന്ദ്രവിദ്യാ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി ധ്യാനധ്യാതൃധേയ രൂപാധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സ്വപന്തി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപാതിരോധാനഗരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് ആബ്രഹ്മ കീടജനനീ വന്നാശ്രമ വിധായിനി നിജാജ്ഞരൂപ നിഗമ പുണ്യാ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജധൂളിക സകലാഗമ സന്തോക ശുക്തി സമ്പുടമൗക്തിക പുരുഷാർത്ഥ പ്രദാപൂർണ ഭോഗിനി ഭുവനേശ്വരി അംബിക അനാദിന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീംകാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയ വർജിത രാജരാജാർച്ചിത രാജ്ഞീ രമ്യ രാജീവലോചന രഞ്ജിനി രമണീരസ്യ രണത്കിങ്കിണി മേഖല രമാരാഗേന്ദുവദന രതിരൂപാരതിപ്രിയ രക്ഷാകരീ രാക്ഷസഗ്നി രാമാരമണലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗതി ഗന്ധ കരുണാരസസാഗര കലാവതി കലാലാഭ കാന്ത കാദംബരി പ്രിയ വരദാ വാമനയന വാരുണീ മദവിഹ്വല വിശ്വാദിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായാ വിലാസിനി ക്ഷത്രസ്വരൂപ ക്ഷത്രേഷി ക്ഷത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിലർമുക്ത ക്ഷത്രപാല സമർച്ചിത വിജയ വിമല വന്ധ്യ വന്ദാരു ജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത്കൽപ്പലതിക പശുപാശ വിമോചിനി സംഹൃതാശേഷഭാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യാതനുമധ്യാതമോഭ ചിതിസ്ഥൽപല ലക്ഷ്യാർത്ഥ ചിദേകരസരൂപിണി സ്വാത്മാലംബലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാപ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഠീകൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത ഓഠ്യാണ പീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഘോയാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുധ്യ ഷഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്ന നിരുപമാ നിർവാണ സുഖദായിനി നിത്യാഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്താവ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർത്തതമോഭേദ ഭാനുമദ്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാശിഷ്ടേഷ ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ചിച്ഛേദനാരൂപ ജഡശക്തി ജഡാത്മിക ഗായത്രി വാകൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയീ പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യയൗവനാമദശാലിനി മധപൂർണിത രക്താക്ഷി മദപാഠലകണ്ഠഭോ ചന്ദനദ്രവദിഗ്ധാംഗീ ചാമ്പേയ കുസുമപ്രിയ കുശല കോമളാകാര കുരുകുല്ല കുലേശ്വരി കുലകുണ്ഠാലയ കൗളമാർഗ തത്പര സേവിത കുമാരഗണനാഥാംബ തുഷ്ടി പുഷ്ടി മതിദ്രതി ശാന്തി സ്വസ്തിമതി ഗാന്ധിർനന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയനാലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാജലവാസിനി സുമുഖീ നളിനി സുഭ്രു ശോഭനാസുരനായിക കാളകണ്ഠീ കാന്തിമതി ക്ഷോഭിണി സുഷ്പരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്രനിലയ അരക്തവന്നാഥലോചന ഖഡ്വാംഗാദി പ്രകരണ വദനൈക സമന്വിത പായസാന്നപ്രിയ ത്വക്സ്ഥാ പശുലോക ഭയങ്കരി
അമൃതാദി മഹാശക്തി സമ്പ്രദാഢാകിനീശ്വരി അനാഗതാബ്ജനിലയ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോജ്വല അക്ഷമാലാദിതര രുദിത സംസ്ഥിത കാളരാത്രാദിശക്തൗകവൃതാ സിക്തൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗണ്യംബാസ്വരൂപിണി മണിപൂരാബ്ജനിലയാവദനത്രയ സംവിധ വജ്രാധികായുധോ വേദാഠാമര്യാദിവിരാവൃത രക്തവർണാമംസനിഷ്ഠ ഗുഢാന്ന പ്രീതമാനസ സമസ്ത ഭക്ത സുഗത ലാകിന്യംബാസ്വരൂപിണി സാധിഷ്ഠാനാംബുജഗദാ ചതുർവക്ത മനോഹര ശൂല്യാദായുധ സമ്പന്ന പീതവർണാധിഗർവിത മേധോനിഷ്ഠാ മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദദ്ദിന്നാസക്ത ഹൃദയ കാകിനീ രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്ര അസ്ഥി സംസ്ഥിത അങ്കുശാദി പ്രകരണ വരദാദി നിഷേവിത മുഗ്ധൗദാസക്ത ചിത്ത സാകിന്യംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണാഷടാനന മജ്ജാ സംസ്ഥാ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാന്നൈകരസിയ ഹാകിനീ രൂപധാരിണി സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധരാ ശുക്ല സംസ്ഥിത സർവതോമുഖി സർവൗദന പ്രീത ചിത്തായാകിന്യംബാസ്വരൂപിണി സ്വാഹ്വാസ്വാദ അമതിമേധ ശ്രുതിസ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക വിമർശരൂപിണി വിദ്യാവേദാദി ജഗൽപ്രസൂ സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യ ചിന്യരൂപ കലികൽമശനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂലപൂരിതമുഖീ ധാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്താ ഭക്തനിർനിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠാ പ്രജ്ഞാനഘനരൂപിണി മാധ്വീപാനാലസാമത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസനിലയാവൃണാളമൃദോല്ലത മഹനീയാദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യാ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരീ വിദ്യാ ത്രിപുടാ കാമകോടിക കടാക്ഷ കിങ്കരീഭൂത കമലാ കോടി സേവിത ശിരസ്ഥിത ചന്ദ്രഭ ഫാലസ്ഥ ഇന്ദ്രധന പ്രഭ ഹൃദയസ്ഥാരവിപ്രഭ്യ ത്രികോണാന്തര ദീപിക ദക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ദരാന്തോളിത ദീർഘാക്ഷി ദർഹാസോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധി ഗോമാതാ ഗുഹജന്മഭൂ ദേവേശീ ദണ്ഡനിധിസ്ഥാധകരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്തതിഥി മണ്ഡല പൂജിത കലാത്മിക കലാനാദ കാവ്യാലാപ വിനോദിനി സജാമരവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിരമേ ആത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡജന്യ ദിവ്യ വിഗ്രഹ ക്ലീംകാരി കേവല ഗുഹ്യ കൈവല്യപദായിനി ത്രിപുര ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തിത്വദേശ്വരി ത്രിക്ഷരീ ദിവ്യഗന്ധാട്യ സിന്ദൂരതിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാ വാഗധീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാഹിത ലീലക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സസദ്രൂപധാരിണി അഷ്ടമൂർത്തിരജാജൈത്രീ ലോകായാത്രാ വിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈതാദ്വൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹദി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവഭാവവർജിത സുഖാരാധ്യ ശുഭകരി ശോഭനാ സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപരാജപീഠ നിവേശിത നിരാശ്രിത രാജലക്ഷ്മി കോശനാചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിതാ ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശാകാല പരിച്ഛിന്ന സർവഗ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബാ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവ പതിവ്രത സമ്പ്രദായേശ്വരി സ്വാധ്വി ഗുരുമണ്ഡലരൂപിണി കുളോത്തീർണ ഭഗാരാധ്യ മായാ മധുമതീമഹി ഗണാംബാ ഗുഹ്യകാരാധ്യ കോമളാംഗീ ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലിക പ്രേമരൂപാ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യാ നടേശ്വരി മിഥ്യാജഗതധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയ ലേഖരി ലജ്ജാരംഭാതിവന്ദിത ഭവതാവസുധാ വൃഷ്ടിപ്പാവാരണ്യദവാനല ദൗർഭാഗ്യദൂലവാദൂല ജരാന്താന്തുരവിപ്രഭ
ഭാഗ്യാപ്തി ചന്ദ്രിക ഭക്തചിത്തകേകീ ഘനാഘന രോഗപർവതംബോളി മൃത്യുധാരുകുഠാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷൂധിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരണി ത്രിവർഗദാത്രി സുഭഗ ത്രയംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗദാ ശുദ്ധ ജപാ പുഷ്പനിഭാകൃതി ഓജോവതീതര യജ്ഞരൂപാ പ്രിയവ്രത ദുരാരാധ്യ ദുരാദർശ പാഠലീ കുസുമപ്രിയ മഹതി മേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രദ്യഗ്രൂപ പരാകാശ പ്രാണദാ പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണ്യസ്തരാജ്യതു ത്രിപുരേശി ജയർസേന നിസ്ത്രൈഗുണ്യ പരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ ഖവർത്തിനി കലാമാല കാമദുഃഖാമരൂപിണി കലാനിധി കാവികലരസജ്ഞാരസ്യേവതിഹി പുഷ്ടാ പുരാതന പൂജ്യ പുഷ്കരാ പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാൽപര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്ര വിഭേദിനി മൂർത്താമൂർത്ത അനിത്യതൃപ്ത മുനിമാനസ ഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിനി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡ അജ്ഞാ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശക്തീഠരൂപിണി ഋഷൃംഗലാ വിവിക്തസ്ഥ വീരമാതാവ്യത്പ്രസു മുകുന്ദ മുക്തിനിലയാ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസ്സാരാ ശാസ്ത്രസാരാ മന്ത്രസാരാതലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവാവർണരൂപിണി ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിനി സർവോപനിഷദുൽകൃഷ്ട്യ ശാന്തിരീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കഷ്ട അകാന്താകാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനകഥാഠങ്ക ലീലാ വിഗ്രഹധാരിണി രാക്ഷയ വിനിർമുഗ്ധ മുഗ്ധ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗനിലയാ ത്രിപരമാലിനി രാമയാ നിരാലംബ രാമാസുധാശ്രുതി സംസാരഭംഗ നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്തൃ യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യശ്രാധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭാ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോനിലയ കൂട്ടസ്ഥ കുലരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യാനാദരൂപിണി വിജ്ഞാനകലലാകല്യ വിദഗ്ധ വൈന്ദവാസന തത്വാധിക തത്വമയീ തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപസവ്യമാർക്കസ്ഥ സർവാ പദ്വിനിവാരിണി സ്വസ്ഥാ സ്വഭാവമധുര ധീര ധീര സമർച്ചിത ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല ദക്ഷിണാ ദക്ഷിണാരാധ്യ ദർസ്മേര മുഖാംബുജ കൗലിനി കേവല അനർഘ്യ കൈവല്യപദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്വിനി മാനവതി മഹേശി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗണി പ്രഗൽഭ പരമോദാര പരമോദാ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ചാദിശായിനി പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി രാധരസുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂക കുസുമ പ്രഖ്യാ ബാലാലീല വിനോദിനി സുമംഗലി സുഗരി സുവേഷ്യട്യ സുവാസിനി സുവാസിന്യർച്ചന പ്രീത ശോഭനാ ശുദ്ധമാനസ ബിന്ദുദർപ്പണ സന്തുഷ്ട പൂർവജാ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുരാ ശിവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര്യ വാഞ്ചിതാർത്ഥ പ്രധായിനി അഭ്യാദാസിജ്ഞാദാ ഷഡദ്വാതീത രൂപിണി അവ്യാജ കരുണാമൂർത്തിരജ്ഞാനദാന്തദീപിക ആപാലഗോവിത സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരി ശ്രീ ശിവാ ശിവശക്തൈക്യരൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാ ദേവ്യാ നാംനാം സാഹസ്രകം ജഗുഃ ശ്രീലളിതാ ദിവ്യസഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരീ ദേവതാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ. ഓം ഐം ക്ലീം സൗഃ ഹ്രീം ഭം ഭദ്രകാള്യേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം ദും ദുർഗായൈ നമഃ. ഓം ശ്രീ മൂകാംബികാ പരാദേവ്യൈ നമഃ. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. എല്ലാ കുടുംബാംഗങ്ങളെയും ദേവി അനുഗ്രഹിക്കട്ടെ. ശാന്തി ശാന്തി ശാന്തി.